ായിട്ടുള്ള ഗോവി കൃഷ്ണൻകുട്ടി, ഒപ്പം തന്നെ ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നാടൻ തോക്ക് കൈവശം വെച്ചിട്ടുള്ള സുരേഷ് എന്നിവരെയാണ് ഈ കൊലക്കേസിലെ പ്രതികളായി അറസ്റ്റ് ചെയ്തത്. അപ്പൊ ആദ്യം പോലീസ് നാടൻ തോക്ക് കൈവശം വെച്ചെന്നുള്ള അറസ്റ്റ് ഇനിയും മാറ്റി നാളെ തന്നെ കോടതിയിൽ ഇവർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കും. ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് മാറ്റിയതിനു ശേഷം ഇവരെ കൊലക്കേസ് പ്രതികളിൽ നിന്നുള്ള ഒരു കേസായിരിക്കും നാളെ കൊടുക്കുന്നതിന്. തുടർന്ന് ഈ അന്വേഷണ സംഘത്തിലേക്ക് കോടതിയുടെ അനുമതി വാങ്ങി അന്വേഷണത്തെ മറ്റും തെളിവെടുപ്പിനായി ചിറ്റാറിൽ എത്തിക്കും. കാർത്തോ. ശരി, വ്യക്തമാണ്. പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്. ചമ്പക്കുളം മൂലം വള്ളംകളി രാജപ്രമുഖൻ ട്രോഫി അരോമ ചുണ്ടന്. നടുഭാഗം ബോട്ട് ക്ലബ് തുടങ്ങിയ നടുഭാഗം ചുണ്ടനാണ് 2ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3ാം സ്ഥാനവും നേടി. വാശിയേറിയ മത്സരത്തിൽ 7 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് പങ്കെടുത്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയോടെ സംസ്ഥാനത്തെ വള്ളംകളി മത്സരങ്ങളുടെ സീസണും തുടക്കമായി. ആരവത്തോടെ കടന്നു വരികയാണ്. ഇപ്പോഴും പട്ടേരി മുൻപോട്ട് തന്നെ. കാവാലം ബോട്ട് ക്ലബും ജയശ്രീ വെളിനാടും തമ്മിലുള്ള മത്സരമാണ്. എമ്പമ്പോ ജോളി പറയുന്നത് പോലെ ചമ്പക്കുളത്താറിനെ കീറി മുറിച്ചോ വെട്ടിമുറിച്ചോ. 2026 ചമ്പക്കുളം രാജപ്രമുഖൻ ട്രോഫി രാജാവിന്റെ കയ്യിൽ നിന്നുമുള്ള ആ ട്രോഫി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അരോമ ചുണ്ടന്. എല്ലാവിധ ഈ വർഷം നീറ്റിലിറങ്ങിയ അരോമ ചുണ്ടന് ചമ്പക്കുളം ജലോത്സവ സമിതിയുടെ പേരിലുള്ള എല്ലാവിധ വിജയാശംസകൾ അർപ്പിക്കുന്നു. മൊബൈൽ ഫോണിലും ടെലിവിഷൻ ചാനലുകൾ ലഭ്യമാക്കുന്ന പുതിയ സേവനത്തിന് കേരള വിഷൻ തുടക്കം കുറിക്കുന്നു. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഈ സേവനത്തിന്റെ പേര് KV Go എന്നാണ്. ജൂൺ 30 തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രൗഢമായ പരിപാടിയിൽ KV Goയുടെ ലോഞ്ചിംഗ് നടക്കും. കേരള വിഷന്റെ കേബിൾ TV ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ രാജ്യത്ത് എവിടെയിരുന്നും മൊബൈൽ ഫോണിലൂടെ TV ചാനലുകൾ കാണാം. മൊബൈൽ ഫോണിലും ടെലിവിഷൻ ചാനലുകൾ ലഭ്യമാക്കുന്ന പുതിയ സേവനത്തിനാണ് കേരള വിഷൻ തുടക്കം കുറിക്കുന്നത്. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന KV Go എന്ന ഈ സേവനത്തിന്റെ ലോഞ്ചിങ്